ഇനി നമ്മൾ പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ചാണ് പറയുന്നത്. 1960കളിൽ ബിഹേവിയറലിസത്തിന് ഉള്ളിൽ പുതിയ വെല്ലുവിളികൾ ഉയർന്നു വന്നു. ബിഹേവിയറലിസത്തിൻ്റെ മൂല്യരഹിത ഓറിയൻറ്റേഷനെതിരെ ഒരു കൂട്ടം രാഷ്ട്രീയ ശാസ്ത്രജ്ഞർ അതിനുള്ളിൽ തന്നെ കലാപം നടത്തി. സാമൂഹ്യ യാഥാർത്ഥ്യവും സാമൂഹിക മാറ്റവും മനസ്സിലാക്കുന്നതിൽ ബിഹേവിയറൽ സമീപനം ഫലപ്രദമല്ലെന്ന് അവർ വാദിച്ചു. അങ്ങനെയാണ് പോസ്റ്റ് ബിഹേവിയറൽ സമീപനം ഉണ്ടാവുന്നത്. സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രതിഭാസങ്ങൾ മനസ്സിലാകണമെങ്കിൽ ശുദ്ധമായ മൂല്യരഹിത ശാസ്ത്രീയ വസ്തുനിഷ്ഠതയിൽ നിന്ന് മാത്രം സാധ്യമല്ലെന്നും സമൂഹത്തിൻ്റെ മൂല്യങ്ങൾ കൂടി കേന്ദ്രസ്ഥാനത്തേക്ക് സ്ഥാപിക്കണം എന്നും അവർ വാദിച്ചു. ബിഹേവിയറൽ സമീപനത്തിൻ്റെ ഉത്ഭവത്തിന് അന്താരാഷ്ട്ര രംഗത്ത് ആ സമയത്തുണ്ടായ സംഭവങ്ങളും സ്വാധീനിച്ചു. വയറ്റ്നാം യുദ്ധം, അതിൽ അമേരിക്കയുടെ പങ്ക്, പൗരാവകാശ പ്രസ്ഥാനം എന്നിവയാണ് ആ ആഗോള രംഗത്തെ സംഭവങ്ങൾ. പോസ്റ്റ് ബിഹേവിയറലിസത്തിൻ്റെ ഏറ്റവും തീവ്രമായ വക്താവ് ഡേവിഡ് ഈസ്റ്റനാണ്. ബിഹേവിയറൽ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകൾ അവരുടെ രീതിശാസ്ത്രങ്ങളുടെ ദന്തഗോപുരത്തിൽ മാത്രം അഭയം പ്രാപിക്കുന്നു. പുറം ലോകവുമായി അവർക്ക് ഒട്ടും ബന്ധമില്ല. നാഗരികതയുടെ മാനുഷിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. അവർ സാമൂഹികമായി ഇടപഴകുന്നതിനുള്ള സാങ്കേതിക വിദഗ്ധർ മാത്രമായി ചുരുങ്ങി എന്നാണ് ഡേവിഡ് ഈസ്റ്റൺ ബിഹേവിയറൽ സമീപനത്തെ വിമർശിച്ചത്. ഡേവിഡ് ഈസ്റ്റൻ്റെ അഭിപ്രായത്തിൽ സമകാലിക പൊളിറ്റിക്കൽ സയൻസ് സാമൂഹികമായ മാറ്റത്തെക്കുറിച്ചാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഈസ്റ്റൺ രാഷ്ട്രീയ വ്യവസ്ഥയെ ഇങ്ങനെയാണ് നിർവചിച്ചത്: പൊളിറ്റിക്സ് ഈസ് ആൻ അതോറിറ്റേറ്റീവ് അലോക്കേഷൻ ഓഫ് വാല്യൂസ് ഇൻ ദ സൊസൈറ്റി. സമൂഹത്തിൽ മൂല്യത്തിൻ്റെ ആധികാരിക വിഹിതമാണ് രാഷ്ട്രീയം എന്നാണ്. ഒരു സമൂഹം എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുകയും വിഭവങ്ങളും അധികാരവും അനുവദിക്കുകയും ചെയ്യുന്നുവെന്ന് നിർണ്ണയിക്കുന്നതിൽ മൂല്യങ്ങളുടെ പങ്കിനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ പ്രതിഫലിക്കുന്നത്. ചുരുക്കത്തിൽ, പൊളിറ്റിക്കൽ സയൻസിലെ പോസ്റ്റ് ബിഹേവിയറൽ സമീപനം സമൂഹത്തിൻ്റെ മൂല്യങ്ങൾ, ധാർമ്മികത എന്നിവയുടെ പ്രാധാന്യം തിരിച്ചറിയുകയും അനുഭവപരവും മൂല്യപരവുമായ സമീപനത്തിലേക്കുള്ള മാറ്റത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു. ഇനി നമ്മൾ കീ കൺസെപ്റ്റ് ഓഫ് ദ പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ച്. പോസ്റ്റ് ബിഹേവിയറൽ സമീപനത്തിൻ്റെ പ്രധാന ആശയങ്ങളാണ് പറയുന്നത്. 1. എംഫസിസ് ഓൺ വാല്യൂസ്. മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകി. രാഷ്ട്രീയ വിശകലനത്തിൽ മൂല്യങ്ങളുടെ പങ്കിന് വലിയ രീതിയിലുള്ള പ്രാധാന്യം പോസ്റ്റ് ബിഹേവിയറലിസം നൽകി. മറ്റൊന്ന്, ക്രിറ്റിക് ഓഫ് ബിഹേവിയറലിസം. ബിഹേവിയറലിസത്തിൻ്റെ വിമർശനമായിട്ടാണ് പോസ്റ്റ് ബിഹേവിയറലിസം വരുന്നത്. സങ്കീർണമായ സാമൂഹിക യാഥാർത്ഥ്യങ്ങളും മാറ്റങ്ങളും മനസ്സിലാക്കാൻ ബിഹേവിയറലിസം അപര്യാപ്തമാണെന്ന് വാദിച്ചുകൊണ്ടാണ്, ബിഹേവിയറലിസത്തിൻ്റെ മൂല്യരഹിതമായ ഓറിയൻറ്റേഷനെ വിമർശിച്ചുകൊണ്ടാണ് പോസ്റ്റ് ബിഹേവിയറലിസം ഉണ്ടായി വരുന്നത്. മറ്റൊന്ന്, കോണ്ടെക്സ്റ്റൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, സാന്ദർഭിക ധാരണ. പോസ്റ്റ് ബിഹേവിയറലിസം രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടുതൽ സാന്ദർഭികവും സമഗ്രവുമായ ധാരണയിൽ ഉള്ളതാണ്. രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ കേവലം വസ്തുനിഷ്ഠമായ നിരീക്ഷണങ്ങളിൽ മാത്രം ചുരുക്കാൻ കഴിയില്ലെന്നും സമൂഹത്തിൻ്റെ മൂല്യങ്ങളും ചരിത്ര സന്ദർഭവും സാംസ്കാരിക വിനിമയവും സ്വാധീനിക്കപ്പെടുന്നുണ്ടെന്ന് പോസ്റ്റ് ബിഹേവിയറലിസം മുന്നോട്ട് വച്ചു. മറ്റൊന്ന്, എൻഗേജ്മെൻറ്റ് വിത്ത് റിയൽ വേൾഡ് ഇഷ്യൂസ്. യഥാർത്ഥ ലോക പ്രശ്നങ്ങളുമായിട്ട് ഇടപെടലാണ്. പൊളിറ്റിക്കൽ സയൻസ് അക്കാദമിക് ഗവേഷണങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സാമൂഹിക പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാനും ലോക രാഷ്ട്രീയ പ്രശ്നങ്ങളെ തിരിച്ചറിയാനും ഉതകുന്നതാവണമെന്ന് പോസ്റ്റ് ബിഹേവിയറലിസം വാദിക്കുന്നു. മറ്റൊന്ന്, റോൾ ഓഫ് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റാണ്. രാഷ്ട്രീയ തീരുമാനങ്ങളിലും നയങ്ങളും നടപ്പാക്കുന്നതിൽ രാഷ്ട്രീയ ശാസ്ത്രജ്ഞരുടെ കൂടുതൽ സജീവമായ പങ്ക് പോസ്റ്റ് ബിഹേവിയറലിസം വാദിക്കുന്നു. മറ്റൊന്ന്, ഇൻഫ്ലുവൻസ് ഓഫ് ദ കീ ഇവൻറ്റ്സ് ആണ്. പ്രധാന സംഭവങ്ങൾ, അക്കാലത്തെ പ്രധാന രാഷ്ട്രീയ സംഭവങ്ങൾ പോസ്റ്റ് ബിഹേവിയറലിസത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. വയറ്റ്നാം യുദ്ധവും ലോകത്ത് അക്കാലത്തുണ്ടായ പൗരാവകാശ പ്രസ്ഥാനങ്ങളും പോസ്റ്റ് ബിഹേവിയറലിസ്റ്റുകളിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തി. ഈ സംഭവങ്ങൾ അധികാരത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള സാമൂഹിക പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിൽ രാഷ്ട്രീയ ശാസ്ത്രജ്ഞരുടെ പങ്കിനെക്കുറിച്ചുള്ള ധാർമ്മികമായ ചോദ്യങ്ങൾ ഉയർത്തി. ഇത്രയുമാണ് പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡേവിഡ് ഈസ്റ്റൻ്റെ ക്രെഡോ ഓഫ് റെലവൻസിനെ കുറിച്ചാണ് പറയുന്നത്. ബിഹേവിയറലിസത്തിൻ്റെ ഭൗതിക അടിസ്ഥാന ശിലകൾ മുന്നോട്ട് വെച്ച് ഡേവിഡ് ഈസ്റ്റൺ പോസ്റ്റ് ബിഹേവിയറലിസത്തിൻ്റെ 7 പ്രധാന സവിശേഷതകൾ അദ്ദേഹത്തിൻ്റെതായി അവതരിപ്പിക്കുന്നുണ്ട്. അതിനെയാണ് ക്രെഡോ ഓഫ് റെലവൻസ് എന്ന് വിളിക്കുന്നത്. അതിൽ ഒന്നാമത്തത് സബ്സ്റ്റൻസ് ഓവർ ടെക്നിക്സ്. ഗവേഷണ സാങ്കേതിക വിദ്യയുടെ കേവല പ്രയോഗത്തെക്കാൾ
കാര്യമായതും ലക്ഷ്യബോധവുമുള്ള ഗവേഷണത്തിൻ്റെ പ്രാധാന്യമാണ് പോസ്റ്റ് ബിഹേവിയറലിസം ഊന്നി പറയുന്നത്. കേവലം സാങ്കേതിക ടെക്നിക്കും ടൂളുകളും മാത്രം ഉപയോഗിക്കാതെ ഒരു ലക്ഷ്യബോധമുള്ള മൂല്യബോധമുള്ള ഗവേഷണം പൊളിറ്റിക്കൽ സയൻസിൽ നടത്തുന്നതാണ് പോസ്റ്റ് ബിഹേവിയറലിസം എന്നാണ് ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് ഡേവിഡ് ഈസ്റ്റൺ പറയുന്നത്. മറ്റൊന്ന് ചേഞ്ച് ഓറിയൻറ്റേഷനാണ്. പോസ്റ്റ് ബിഹേവിയറലിസം ഒരു പരിഷ്കരണവാദ വീക്ഷണമാണ് മുന്നോട്ട് വെക്കുന്നത്. സാമൂഹ്യ മാറ്റങ്ങൾ അഭിസംബോധന ചെയ്യാനും ഇടപെടാനുമുള്ള സന്നദ്ധത പോസ്റ്റ് ബിഹേവിയറലിസം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ മാറ്റങ്ങളെ പോസ്റ്റ് ബിഹേവിയറലിസം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ഡേവിഡ് ഈസ്റ്റൺ പറയുന്നുണ്ട്. മറ്റൊന്ന് റെലവൻ്റ് റിസർച്ചാണ് പോസ്റ്റ് ബിഹേവിയറലിസത്തിലുള്ളത് എന്നാണ്. പോസ്റ്റ് ബിഹേവിയറലിസം സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രസക്തമായ ഗവേഷണത്തെ ഉയർത്തിപ്പിടിക്കുന്നു. അത് ആഗോള പ്രശ്നങ്ങളും വെല്ലുവിളികളും അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്നതാണ് പോസ്റ്റ് ബിഹേവിയറലിസത്തിൻ്റെ പ്രത്യേകത എന്നാണ് ഡേവിഡ് ഈസ്റ്റൺ പറയുന്നത്. മറ്റൊന്ന് വാല്യൂ ലാൻഡഡ് റിസർച്ചാണ്, മൂല്യാധിഷ്ഠിതമായ ഗവേഷണം. മൂല്യങ്ങൾ അറിവിൻ്റെ അന്തർലീനമായ ഭാഗമാണെന്നും ഗവേഷണത്തിനുള്ള ലക്ഷ്യങ്ങളും ദിശകളും നിർവചിക്കുന്നതിൽ മൂല്യങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും പോസ്റ്റ് ബിഹേവിയറലിസം മുന്നോട്ട് വെക്കുന്നു. മറ്റൊന്ന് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ആസ് എ ക്രിറ്റിക്കൽ ഇൻ്റലക്ച്വൽ എന്നാണ്. രാഷ്ട്രീയ ഗവേഷകൻ, രാഷ്ട്രീയ ശാസ്ത്രജ്ഞർ, രാഷ്ട്രീയ ചിന്തകർ വിമർശാത്മക ബുദ്ധിജീവിയായിരിക്കണം എന്നാണ് ഡേവിഡ് ഈസ്റ്റൺ പറയുന്നത്. രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് അങ്ങനെ ഇടപെടുന്നുണ്ട് എന്നതാണ് പോസ്റ്റ് ബിഹേവിയറലിസത്തിൻ്റെ പ്രത്യേകത എന്നാണ് ഡേവിഡ് ഈസ്റ്റൺ പറയുന്നത്. മറ്റൊന്ന് ആക്ഷൻ ഓറിയൻറ്റഡ് റിസർച്ചാണ്. പോസ്റ്റ് ബിഹേവിയറലിസ്റ്റുകൾ ഈ ഗവേഷണവും അറിവും അത് പ്രവർത്തനത്തിൻ്റെ ഊർജ്ജമായിട്ട് ആക്ഷൻ ഓറിയൻറ്റഡായിട്ട് പ്രവർത്തിക്കണം. അതല്ലാതെ വെറുതെ നിർജീവമായി നിൽക്കേണ്ടതല്ല, സക്രിയമായിട്ട് വളരെ ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ പോസ്റ്റ് ബിഹേവിയറലിസം സക്രിയമാണ്, ക്രിയാത്മകമാണ് എന്നാണ് ഡേവിഡ് ഈസ്റ്റൺ പറയുന്നത്. മറ്റൊന്ന് പൊളിറ്റിസൈസേഷൻ ഓഫ് എ പ്രൊഫഷൻ, തൊഴിലിൻ്റെ രാഷ്ട്രീയവൽക്കരണമാണ്. സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും ദിശാബോധവും രൂപപ്പെടുത്തുന്നതിൽ ബുദ്ധിജീവികളുടെ പങ്ക് പോസ്റ്റ് ബിഹേവിയറലിസം തിരിച്ചറിയുന്നു. അതിനാൽ പോസ്റ്റ് ബിഹേവിയറലിസം രാഷ്ട്രീയ ശാസ്ത്രജ്ഞരുടെ പ്രൊഫഷൻ്റെ രാഷ്ട്രീയവൽക്കരണത്തെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ രാഷ്ട്രീയ ശാസ്ത്രജ്ഞർ രാഷ്ട്രീയ പ്രക്രിയയിൽ സജീവമായി ഇടപെടുകയും സമൂഹത്തിൻ്റെ ഗതിയെ സ്വാധീനിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുകയും ചെയ്യണം. അങ്ങനെ രാഷ്ട്രീയ ചിന്തകർ തങ്ങളുടെ ചിന്തകളും ആലോചനകളും സമൂഹത്തിൻ്റെ ക്രിയാത്മകമായ പുരോഗതിക്ക് വേണ്ടിയായിരിക്കണം എന്നതാണ് പോസ്റ്റ് ബിഹേവിയറലിസത്തിൻ്റെ പ്രത്യേകത എന്ന് ഡേവിഡ് ഈസ്റ്റൺ പറയുന്നു. ഇത്രയുമാണ് ഡേവിഡ് ഈസ്റ്റൻ്റെ ക്രെഡോ ഓഫ് റെലവൻസ് എന്ന് പറയുന്ന 7 പ്രത്യേകതകൾ, 7 ഫീച്ചേഴ്സ് ഓഫ് ദ പോസ്റ്റ് ബിഹേവിയറലിസം ഇൻ ഡേവിഡ് ഈസ്റ്റൺ. ഇത്രയുമാണ് നമുക്ക് പോസ്റ്റ് ബിഹേവിയറലിസത്തിൽ പറയാനുള്ളത്. ഓക്കെ.